ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടൈലറിങ് ക്ലാസ് നമ്പർ 5 ആണ്. അപ്പോൾ ടൈലറിങ് ക്ലാസ് നമ്പർ 5 നമ്മളെ 1ഉം 2ഉം 3ഉം 4 ഒക്കെ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ടെന്ന് കയറി നോക്കാം. എന്നിട്ട് 5 കാണാം. ചിലർ എനിക്ക് കമൻറ്റ് ചെയ്തു 1ഉം 2ഉം 3ഉം 4 ഒക്കെ കാണാൻ എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഏതിലാണോ കാണുന്നത് അതിൽ തന്നെ അതിൻ്റെ കുറച്ച് താഴത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാസ് നമ്പർ 1ഉം 2ഉം 3ഉം 4 ഒക്കെ. ഇത് ടൈലറിങ് ക്ലാസ് നമ്പർ 5 ആണ്. എല്ലാ കൂട്ടുകാരും പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്ലാസ് അത് മിസ്സാക്കരുത്, കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ യു നെക്ക്, വി നെക്ക്, ഇതൊക്കെ നമുക്ക് ചെറിയ കർവുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ റഫായിട്ട് ഒരു യൂതി ഇങ്ങനെ കൈ കൊണ്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ സ്കെയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു യു നെക്ക്, അതുപോലെ തന്നെ വി, അതുപോലെ സ്ക്വയർ, നമ്മൾ നെക്കിലൊക്കെ കൊടുക്കാൻ സ്ക്വയറിൽ ഇങ്ങനെ സ്ക്വയർ. പിന്നെ നമുക്ക് ഇത് നോക്കിക്കത് ഇങ്ങനെ 4 ഇത് വരച്ചെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇനി നമ്മൾ 1-2 ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് നേരെ നമ്മൾ കട്ടിങ്ങിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഇത് ബേസിക് ആയിട്ട് സംഭവങ്ങൾ, അതായത് നമുക്ക് പെർഫെക്ഷൻ കിട്ടാതെ നമ്മൾ എന്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തുണി വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ കിട്ടാനായിട്ട് വക്കടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈന് വരച്ചിട്ട് അതിൽ കൂടെ വരപ്പിക്കുന്നത്. ഇതെല്ലാം പെർഫെക്ഷൻ കിട്ടണം. കാരണം നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചുമ്മാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യു ഷേപ്പ് ഒരിക്കലും കിട്ടില്ല. നമ്മുടെ കാല് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മുടെ തയ്യൽ മെഷീൻ ഓടുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. കാല് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു തള്ളവിരൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ പാടുള്ളൂ. ഞാനിപ്പോൾ മെഷീൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് ഒറ്റ അമർത്തി കഴിഞ്ഞാൽ മെഷീൻ അങ്ങ് ഒറ്റ ഓട്ടം കൂടി ഓടിപ്പോവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് മെല്ലെ പ്രസ് ചെയ്യുക വിടുക. അപ്പോൾ നമുക്ക് ആ യു നെക്കിൻ്റെ കിറിവും അതുപോലെ തന്നെ സംഭവങ്ങൾ. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഇതിൽ ഈ കോണറുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളതും പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ യു നെക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാല് മെല്ലെ പ്രസ് ചെയ്ത് ഓരോരോ തവണ മെല്ലെ പ്രസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ടൈലറിങ് ക്ലാസ് നമ്പർ 5 ആണത്. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊരു ഫ്രീ ക്ലാസ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാശ് കൊടുത്താൽ പോലും പഠിപ്പിക്കുന്നില്ല, അത് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രഷർ ഫൂട്ടങ്ങൾ താഴ്ത്തിക്കാക്കി എന്നിട്ട് നോക്കുക കണ്ടോ, ഇങ്ങനെ കാൽ നമ്മൾ ഓരോരോ പോയിന്റ് പ്രസ് ചെയ്യുക, വിടുക കേട്ടോ. എന്നിട്ട് തുണിനെ പിടിച്ച് നമ്മൾ കസിയ വിടുക. തുണിയെ പിടിച്ച് തിരിക്കരുത്, മെല്ലെ തുണിയൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്യുമ്പോൾ യൂനൊക്കെ കിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്ത് ഈ ഒരു ലൈനിൽ തന്നെ ഒരു 10 തവണ ചെയ്യുക യു. പിന്നെ വീണ്ടും ഒരു യു വരച്ചിട്ട് വീണ്ടും ആ ലൈനിൽ കൂടെ 10 തവണ തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് മെല്ലെ തിരിക്കാനല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം പറഞ്ഞിട്ടുണ്ട്, കൈ ഒരു സപ്പോർട്ട് മാത്രമേ പാടുള്ളൂ. കാലാണ് മെയിൻ നമ്മുടെ കൺട്രോൾ. കാലിങ്ങനെയാണ് കുത്തുക, പ്രസ് ചെയ്യുക, വിടുക. കാല് നമ്മുടെ കാല് ചവിട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ ചവിട്ടുന്ന ഭാഗം പ്രസ് ചെയ്യുക, വിടുക. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, കണ്ടോ, നോക്കിക്കേ. നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് ലോക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ ലോക്കിങ്ങിൻ്റെ കാര്യം, എല്ലാ മെഷീനും ലോക്ക് ഉണ്ടാവും. ലോക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മെഷീൻ എന്തോ ഒരു പ്രശ്നമുണ്ട്.
നൂലിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഒരു ചുരുക്കം, പക്ഷേ നമ്മൾ വരച്ച ലൈനിൽ കൂടെയാണ് നമ്മൾ തയ്ച്ചു വന്നേക്കുക. കണ്ടോ കണ്ടോ, ഇതുപോലെ നമ്മൾ തയ്ക്കണം. കണ്ടോ, ലൈനിൽ കൂടെ. ഇനി നമുക്ക് വീനെക്കാണ്. വീനാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മൾ പ്രഷർ ഫുട്ട് അമർത്തി വയ്ക്കുക, തുണി പോവില്ല. എന്നിട്ട് നമുക്കത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് കാല് പ്രസ് ചെയ്യുക, വിടുക, കാല് ചവിട്ടുക, വിടുക. വിടുമ്പോൾ നിൽക്കും, പിന്നെ ഓടില്ല, പിന്നെ പ്രസ് ചെയ്ത് വിട്ടു. കണ്ടോ, എന്നിട്ട് ഈ കോണർ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോളൂ, നമ്മളിവിടെ കോണർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ മെഷീനിൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നീഡിൽ കണ്ടോ, ഈ നീഡിൽ ഇവിടെ അങ്ങനെ ഇറങ്ങും. കണ്ടു, നീഡിലിങ്ങനെ ഇറങ്ങിയത് കണ്ടോ, നീഡിൽ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഈ നമ്മുടെ പ്രഷർ ഫുഡ് പൊക്കാനുള്ള സാധനമൊക്കെ ഞാൻ ആദ്യത്തെ 2ാമത്തെ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊക്കിയിട്ട് തുണി തിരിക്കുക. എന്നിട്ട് അപ്പോൾ കറക്റ്റായിട്ട് പോയിന്റിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രഷർ ഫുഡ് താഴ്ത്തിക്കാക്കിയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് കൂടി വീഴും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യുക, ഈ സൈഡിലുള്ളത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈടിൽ ഒരു സ്റ്റിച്ച് കുറെ കൂടി കറക്റ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് തുണീനെ അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും പ്രഷർ ഫുഡ് താഴ്ത്തിക്കാക്കുക. എന്നിട്ട് കാലിൽ നമ്മൾ നോക്കിക്കേ, കണ്ടോ, ഞാനിപ്പോൾ ചവിട്ടി കുത്തുന്നൊന്നുമില്ല, ജസ്റ്റ് മെല്ലെ ഒന്ന് കാല് പ്രസ് ചെയ്യുക, വിടുക, എന്നിട്ട് ലോക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തടിച്ചു നോക്കിക്കേ, മെഷീനിൽ എന്തോ പ്രശ്നമുണ്ട് മെഷീനിൽ, അതാണ് ആ ഒരു തുണി ചുരുങ്ങി, നൂലിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നുണ്ട്, തുണിയൊന്ന് ചുരുങ്ങി വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് നോക്കിയത് സ്റ്റിച്ച് കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, കോർണറുകൾ കണ്ടോ, ഇങ്ങനെ എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇനി അടുത്തത് സ്ക്വയറും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ വെച്ചിട്ട് പ്രഷർ ഫുഡ് താഴ്ത്തിക്കാക്കി വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ എല്ലാം ഓരോരോ തവണയല്ല, 10 തവണ ഓരോന്നും ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വന്നു ഇവിടെ നീഡിലിറക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, പ്രഷർ ഫുഡ് പൊക്കി തുണി തിരിക്കുക. തുണി തിരിച്ചിട്ട് നമ്മൾ പ്രഷർ ഫുഡ് താഴ്ത്തി, പിന്നെ കാല് മെല്ലെ പ്രസ് ചെയ്യുക. ഇനി കറക്റ്റ് അവിടെ കൊണ്ട് നിർത്തി. നമുക്ക് അറിയാൻ പറ്റും, മെല്ലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പം അതും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതെല്ലാം നിങ്ങൾ ഓരോരോ ഷേപ്പുകളും 10 തവണ വീതം നമ്മൾ, അതായത് ഒരു തവണ വരച്ചിട്ട് അതിൻ്റെ മേലെ 10 തവണ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക, ഓരോരോ ലൈനുകളും നമ്മൾ 10 തവണ എങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അതെ, ഇവിടെ നീഡിലിറക്കി, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ ഫുഡ് പൊക്കി ഇങ്ങോട്ട് തുണി തിരിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസ് ലിങ്കുകളും ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നോക്കി ഇത് ചെയ്യാണ്ട് ഓരോന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് അടുത്ത വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യരുത്. ഇവിടെ ഇറക്കി അടുത്തത് നമ്മളത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ ഓരോരോ ക്ലാസ്സുകളും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാനേ മറക്കരുത്. ക്ലാസ് നമ്പർ 1, 2, 3, 4 എല്ലാം നമ്മുടെ ഇതിൻ്റെ താഴെ നോക്കിയാൽ മതി, വീഡിയോസ് ഉണ്ടാവും, കണ്ണു നോക്കുക. അപ്പോൾ ബേസിക് ടൈലറിങ് ക്ലാസ്സാണത്, അതാണ് നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നത്. പരമാവധി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സംശയമുള്ളവർ ഇൻബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇത് ക്ലാസ് നമ്പർ 5 ആണ്. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ ഷേപ്പിൽ ഓരോരോ ഷേപ്പുകളിൽ നമ്മൾ എന്തിനാണ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷേപ്പ് പെർഫെക്റ്റ് ആയാലേ നെക്ക് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് പെർഫെക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല ആം ഹോളൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഷേപ്പുകളിൽ കൂടെ നമ്മൾ അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.